ഹലോ, ഞാൻ റോഡി നിക്സൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോബൽ സമ്മാനം നമ്മുടെ ഫിസിയോളജി ഓർ മെഡിസിൻ എന്ന കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശരിക്കും ഒരു കോട്ടയാണെങ്കിൽ അതിലെ കാവൽക്കാരെന്ന് പറയാം നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുന്ന രോഗാണുക്കളെയും അതുപോലെ ശത്രുക്കളെയും അവരെപ്പോഴും തുരത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ കാവൽക്കാർക്ക് വഴിതെറ്റി അവർ നമ്മുടെ സ്വന്തം ശരീരത്തെ തന്നെ ആക്രമിക്കാൻ തുടങ്ങിയാലോ? ഇതാണ് ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈദ്യശാസ്ത്രത്തിലെ 2025 നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു മഹത്തായ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് തന്നെയുള്ള സമാധാന പാലകരെ കണ്ടെത്തിയ ആ ഗവേഷണത്തെ കുറിച്ച് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. അതായത് ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചത് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകഗുഷി എന്നിവർക്കാണ്. അതായത് ഇവര് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന വിഷയത്തിലെ കണ്ടുപിടുത്തത്തിനാണ് ഈ ബഹുമതി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അതായത് നമുക്ക് എന്താണ് സ്വന്തം, എന്താണ് അന്യം? അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കോശങ്ങളെയും അന്യമായിട്ടുള്ള, അതായത് പുറത്തു നിന്നുള്ള വസ്തുക്കളെയും തിരിച്ചറിയുക എന്നതാണ്. അപ്പൊ ഈ അന്യരായ ശത്രുക്കൾ എന്ന് പറഞ്ഞാല് ഈ രോഗാണുക്കളെയൊക്കെ അതെന്ത് ചെയ്യും? ആക്രമിക്കും. അപ്പൊ സ്വന്തം ശരീര കോശങ്ങളെ അത് വെറുതെ വിടുകയും ചെയ്യും. ഇതിനെയാണ് ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം അവയവങ്ങളെ ആക്രമിക്കുന്നത്. ഇതിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ടൈപ്പ് 1 പ്രമേഹം, അതുപോലെ ഈ സന്ധിവാതം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ മിക്കപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരം ഈ സമാധാനം നിലനിർത്തുന്നത്? ഇതായിരുന്നു നമ്മുടെ ശാസ്ത്രലോകത്തെ കുഴപ്പിച്ചിരുന്ന ചോദ്യം. അപ്പൊ വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു ഈ റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന് പറയും. അത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ഒരു പ്രത്യേക തരം കോശങ്ങളുണ്ട്. അവരാണ് ഈ സമാധാന ദൗത്യം നിർവഹിക്കുന്നത്. അവരാണ് റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഒരു സൈന്യമായിട്ട് സങ്കല്പിച്ചാൽ അതിലെ ഭൂരിഭാഗം പടയാളികളും, അതായത് മറ്റ് ടി സെല്ലുകൾ അക്രമകാരികളാണ്. എന്നാൽ ഈ പറഞ്ഞ ടി റെഗുലേറ്ററി സെല്ലുകൾ ആ സൈന്യത്തിലെ പോലീസുകാരെ പോലെയാണ്. കാരണം അമിതമായിട്ട് ആവേശം കാണിക്കുന്ന പടയാളികളെ നിയന്ത്രിച്ച് അവരെ സ്വന്തം ആൾക്കാരെ തന്നെ ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ടി റെഗുലേറ്ററി സെൽസിന്റെ ജോലി. അപ്പൊ ശാസ്ത്രജ്ഞരും ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഷിമോൺ സകഗുഷി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1990-കളിൽ ഇദ്ദേഹമാണ് ശരിക്കും ഈ സമാധാന പാലകരായ കോശങ്ങളെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. CD25 എന്ന പ്രോട്ടീൻ അടങ്ങിയ ഈ ടി സെല്ലുകൾക്ക് രോഗങ്ങളെ തടയാനുള്ള കഴിവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എലികളില് നിന്ന് ഈ കോശങ്ങളെ അവരാദ്യം ചെയ്തു നീക്കം ചെയ്തു. അപ്പൊ അവയ്ക്ക് കഠിനമായിട്ടുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വന്നു. എന്നാൽ ഈ കോശങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തപ്പോഴോ രോഗം മാറുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന കോശങ്ങൾ ഇവ തന്നെയാണെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം സംശയലേശുവിനെ എന്ത് ചെയ്തു? അദ്ദേഹം തെളിയിച്ചു. ഇതാണ് ഷിമോൺ സകഗുഷി ചെയ്തത്. എന്നാൽ ഈ മേരി ബ്രങ്കോയും അതുപോലെ ഫ്രെഡ് റാംസ്ഡെലും ചെയ്തത്, പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഒരു ടി സെല്ലിനെ, അതായത് സമാധാന പാലകനാക്കി മാറ്റുന്ന മാസ്റ്റർ സ്വിച്ച് എന്താണെന്ന് കണ്ടിട്ട്, അതായത് FOXP3 എന്നൊരു ജീനുണ്ട്. ആ ജീനാണ് സ്വിച്ച് എന്നവർ തിരിച്ചറിഞ്ഞു. എങ്ങനെയാന്ന് വെച്ചാൽ ഈ FOXP3 ജീനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എലികളിലും മനുഷ്യരിലും ഗുരുതരമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് അവർ തെളിയിച്ചു. മനുഷ്യരിൽ ഈ അവസ്ഥയെ ഐപെക്സ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. ചുരുക്കത്തില് ഈ FOXP3 എന്ന നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഒരു ടി സെല്ലിന് ടി റെഗുലേറ്റർ സെല്ലായിട്ട് മാറാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ടി റെഗുലേറ്റർ സെൽസ് ഈ സമാധാനം ഉറപ്പാക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ശരിക്കും ടി റെഗുലേറ്റർ സെല്ല് പല വഴികളിലൂടെയാണ് ശരിക്കും മറ്റു കോശങ്ങളെ നിയന്ത്രിക്കുന്നത്. ശാന്തരാകാനായിട്ടുള്ള സിഗ്നൽ നൽകുന്നുണ്ട് അവർ. അതായത് മറ്റക്രമണകാരികളായിട്ടുള്ള കോശങ്ങളോട് ശാന്തരാകാൻ പറയുന്ന ചില രാസവസ്തുക്കളുണ്ട് നമ്മുടെ ശരീരത്ത്. നമ്മുടെ TGF ബീറ്റ, ഇന്റർലൂക്കിൻ 10 എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവരെ പുറത്തുവിടും. അപ്പൊ അതുപോലെ തന്നെ ആക്രമണകാരികളായിട്ടുള്ളവരുടെ ഭക്ഷണത്തെ തടയും. അതായത് ഈ ആക്രമണകാരികളായിട്ടുള്ള കോശങ്ങൾക്ക് വളരാൻ ആര് വേണം? ഇന്റർലൂക്കിൻ 2 എന്നൊരു ഘടകം ആവശ്യമാണ്. അപ്പൊ ഈ ടി റെഗുലേറ്ററി സെൽസ് ഈ ഘടകത്തെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അക്രമകാരികൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി മാറ്റും. ഇത് കൂടാതെ നേരിട്ട് അവരെന്ത് ചെയ്യുന്നു? പ്രവർത്തനരഹിതമാക്കും. അതായത് ചിലപ്പോൾ ഈ ടി റെഗുലേറ്റർ സെൽസ് മറ്റു കോശങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവയുടെ പ്രവർത്തനം നിർത്തലാക്കും. പിന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഇതിനൊരു നോബൽ നേട്ടമായിട്ടൊക്കെ നമ്മൾ കാണാൻ മാത്രമുള്ളൊരു പ്രത്യേകത എന്താ ഇതിനെന്ന് ചോദിച്ചാല്, ശരിക്കും ചികിത്സാ രംഗത്ത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ടുപിടുത്തം. കാരണം വൈദ്യശാസ്ത്ര രംഗത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ വാതിലാണ് തുറന്നത്.
ശരീരത്തിലെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ ഇത് നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും. കാരണം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അലർജികൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. കാരണം പ്രതിരോധ സംവിധാനം അമിതമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ അവരെ നിയന്ത്രിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ടി റെഗുലേറ്റർ സെൽസ് ഇല്ല എന്നുള്ളതായിരുന്നു ഇത്രയും നാളത്തെ പ്രശ്നം. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇനിയിപ്പോൾ ഭാവിയിലെ ചികിത്സയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ രോഗിയുടെ ശരീരത്തിൽ നിന്ന് ടി റെഗുലേറ്റർ സെൽസിനെ പുറത്തെടുത്തിട്ട് ലാബിൽ വെച്ച് അവയുടെ എണ്ണം കൂട്ടി തിരികെ ശരീരത്തിലേക്ക് തന്നെ കയറ്റി വിടുന്ന ഒരു ചികിത്സാ രീതി ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ ഇതുവഴി എന്ത് പറ്റും, നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് പോലുള്ള അസുഖങ്ങൾക്ക് ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ കണ്ടെത്താൻ പറ്റും. ഇനിയിപ്പം നമ്മുടെ ക്യാൻസർ ചികിത്സ എടുക്കുവാണെങ്കിൽ അതിൽ ഇമ്മ്യൂണോതെറാപ്പി നമുക്കറിയാം. അത് ക്യാൻസർ ശരിക്കും ക്യാൻസറിന്റെ മുഴകൾ വളരെ ഭയങ്കര സൂത്രശാലികളാണ്. അപ്പൊ അവർക്ക് ധാരാളം ടി റെഗുലേറ്റേഴ്സിനെ അവരുടെ ചുറ്റും ഇങ്ങനെ ഒരു സുരക്ഷാ കവചമായിട്ട് അവർ നിർത്തും. അപ്പൊ എന്ത് പറ്റും, ഈ ടി റെഗുലേറ്റേഴ്സ് മറ്റ് പ്രതിരോധ കോശങ്ങളോട് ക്യാൻസറിനെ ആക്രമിക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാവിയിൽ ഈ ക്യാൻസർ മുഴകൾക്ക് ചുറ്റുമുള്ള ടി റെഗുലേറ്റേഴ്സിന്റെ പ്രവർത്തനം തടയുന്ന മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റും, വികസിപ്പിക്കാനാകും. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ക്യാൻസറിനെതിരെ ശക്തമായിട്ട് പോരാടാൻ സാധിക്കും. ഇനി ക്യാൻസർ നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ടിഷ്യൂ ഗ്രാഫ്റ്റ്, അതായത് ഇപ്പൊ എന്താ പറയാ, അവയവമാന ശസ്ത്രക്രിയയില്, അതായത് മാറ്റിവെച്ചൊരു അവയവത്തെ, ഉദാഹരണത്തിന് കിഡ്നി നമ്മൾ മാറ്റിവെച്ച് ആ ശരീരം അതൊരു ശത്രുവായിട്ട് കണ്ടിട്ട് അതിനെന്ത് ചെയ്യും, ആക്രമിക്കും. അപ്പൊ ഇത് ഒഴിവാക്കാൻ രോഗികൾ ജീവിതകാലം മുഴുവൻ ഇമ്മ്യൂണോസപ്രസൻസ് പോലുള്ള മരുന്നുകൾ, കഠിനമായ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഭാവിയിലെ ചികിത്സയ്ക്ക് ഈ ടി റെഗുലേറ്റർ സെൽസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയിട്ട് പുതിയ അവയവത്തെ ആക്രമിക്കരുതെന്ന് പ്രതിരോധ സംവിധാനത്തെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ചിലപ്പോൾ. ഇത് മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. അപ്പം മൊത്തത്തിൽ പറഞ്ഞാല് ഈ സക്കഗുഷി, ബ്രങ്കോ, റാംസ്ഡെൽ എന്നിവരുടെ കണ്ടുപിടുത്തം നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറിച്ചുള്ള നമ്മുടെ അറിവിൽ ഒരു ഭയങ്കര വലിയൊരു വിളവാണ് നിർത്തിയിരിക്കുന്നത്. അവര് സമാധാനപരമായിട്ടുള്ള ടി റെഗുലേറ്റർ കോശങ്ങളെയും അതുപോലെ തന്നെ അവയെ നിയന്ത്രിക്കുന്ന FOXP3 ജീനിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ഈ അറിവ് ഉപയോഗിച്ച് നമുക്ക് മനുഷ്യനെ അലട്ടുന്ന പല രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നടത്താനുള്ള ഒരു പുതിയ പാതയാണ് നമുക്കിപ്പോൾ ശരിക്കും പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.